ഹായ് ഹലോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് ഞങ്ങളുടെ മൂന്നാർ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേയിലെ വിശേഷങ്ങളാണ്. ഫസ്റ്റ് ഡേ നമ്മൾ സൂര്യനെല്ലിയിലായിരുന്നു. സൂര്യനെല്ലിയിലെ വിശേഷങ്ങളും അവിടുത്തെ കോട്ടേജിൻ്റെ ഡീറ്റെയിൽസും എല്ലാം മുൻപത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കണ്ടിട്ട് വരിക കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ സെക്കൻഡ് ഡേ ഞങ്ങൾ സൂര്യനെല്ലിയിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. അത്യാവശ്യം നല്ല കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളും കുറച്ച് ഹാപ്പിയായിരുന്നു. കാരണം തലേദിവസത്തെ ആ ഒരു മഴയും വെയിലും എല്ലാം കൂടി മാറി മാറി വന്ന കാലാവസ്ഥ കാരണം കുഞ്ഞശ്ശിക്ക് ചെറിയൊരു കോൾഡായിരുന്നു. വീണ്ടും ഒന്നുകൂടി തണുപ്പും മഴയും ആണെങ്കിൽ കുഞ്ഞശ്ശിയുടെ ഹെൽത്ത് മോശമാവും. അതുകൊണ്ട് തന്നെ ചെറിയൊരു പേടി ഉണ്ടെങ്കിലും തൽക്കാലം നല്ല കാലാവസ്ഥ കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയായി. അങ്ങനെ ഞങ്ങളുടെ സെക്കൻഡ് ഡേ ട്രിപ്പ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇച്ചിരി ഇറിറ്റേഷൻ, ഹെൽത്തിൻ്റെതായിട്ടുള്ള ഇച്ചിരി ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും കുഞ്ഞശ്ശി നമ്മളോട് കാഴ്ചയൊക്കെ കണ്ട് അടങ്ങിയിരുന്നു. വഴക്കുണ്ടായിരുന്നെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിപ്പം പോകുന്നത് ആനയിറങ്കൽ ഡാം കാണാൻ വേണ്ടിയാണ്. കാരണം നമ്മുടെ കോട്ടേജിൻ്റെ മുന്നിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ കണ്ടുകൊണ്ടിരുന്നത് ആനയിറങ്കൽ ഡാം ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞ ആനയിറങ്കൽ ഡാമിലേക്ക് പോകാം. അപ്പം ഗ്യാപ്പ് റോഡ് വഴിയാണ് നമ്മൾ ആനയിറങ്കൽ ഡാമിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാം. ഗ്യാപ്പ് റോഡ് എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളെങ്കിലും ഇത്രയധികം കാഴ്ചകളുടെ ഒരു മുമ്പാരമാണ് ഗ്യാപ്പ് റോഡ് സമ്മാനിക്കുന്നതെന്ന് ആദ്യമായിട്ടായിരുന്നു അനുഭവിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒരു രക്ഷയുമില്ല. മനസ്സൊക്കെ അസ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ സ്ഥലത്തൂടെ പോയാൽ പിന്നെ അടിപൊളിയായിരിക്കും. കിടിലം തന്നെ. മൂന്നാം സീസൺ ആയി വരുന്നത് ഉണ്ടായിരുന്നുള്ളത് കൊണ്ട് തന്നെ വഴിയിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രധാന സ്പോട്ടുകളിൽ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു താനും. ഇത് ഇടയ്ക്ക് അങ്ങിങ്ങായിട്ട് കാണുന്ന വെള്ളക്കെട്ടുകൾ കണ്ടോ, ഇതെല്ലാം ഉണ്ടല്ലോ നമ്മുടെ ആനയിറങ്കൽ ഡാമിൻ്റെ ഭാഗങ്ങളാണ്. നമുക്കിങ്ങനെ ഈ ഒരു യാത്രയിലുടനീളം ആനയിറങ്കൽ ഡാമിൽ എത്തുന്നത് വരെയുള്ള സ്ഥലങ്ങളിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് നമുക്ക് ആനയിറങ്കൽ ഡാമിൻ്റെ ഭാഗങ്ങൾ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഡാമിൻ്റെ അവിടേക്കുള്ള ആ ഒരു വഴിയിലെത്തിയിട്ടുണ്ട്. ആ എൻട്രൻസിൽ തന്നെ ഒരു ബോർഡുണ്ട്. ആ ബോർഡ് കടന്ന് നേരെ ചെല്ലുമ്പോൾ നമുക്ക് അടിപൊളി ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു അമ്പലമൊക്കെ കാണാൻ പറ്റും. ആ അമ്പലമൊക്കെ കടന്ന് നമ്മളിങ്ങനെ പോവുകയാണ്. ആ പോകുന്ന വഴിയുടെ രണ്ട് വശത്തും തേയിലത്തോട്ടങ്ങൾ തന്നെയാണ്. തേയിലത്തോട്ടങ്ങളുടെ ഇടയ്ക്കൂടെ ഓരോ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതാണ്. അത് അടിപൊളിയാണ്, നല്ല ഭംഗിയാണ് കാണാൻ. റോഡ് ഇച്ചിരി മോശമാണ്, എങ്കിലും അത്യാവശ്യം തിരക്കില്ലാതെ നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ ആനയിറങ്കൽ ഡാമിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. സൈഡിൽ കാണുന്ന അതിൻ്റെ ഒരു പോർഷനാണ്. നമ്മളിവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇവിടെ നമ്മുടെ കാറ് പാർക്കിങ്ങിനായിട്ട് 50 രൂപയാണ് ഇവർ ഫീസ് ഈടാക്കുന്നത്. നേരത്തെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴേക്കും ബോട്ടിംഗ് ഒന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ആനയിറങ്കൽ ഡാമിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങി. അപ്പോൾ അതിന് മുന്നായിട്ട് ഒരു കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു പാർക്ക് സെറ്റപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. ഒത്തിരി വലുതല്ല എങ്കിലും അത്യാവശ്യം കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു പാർക്ക് ഇവിടെയുണ്ട്. ആ പാർക്കൊക്കെ പിന്നിട്ട് നമ്മൾ പയ്യെ മുന്നോട്ടേക്ക് പോയി. അവിടെ ഒരു ബോട്ടിങ്ങിൻ്റെ ഏരിയ കാണാം. ഞങ്ങൾ വന്ന സമയത്ത് നമുക്കൊരു ആനക്കൂട്ടം, ഒരു കാട്ടാനക്കൂട്ടത്തിൻ്റെ ഫാമിലിയെ കാണാൻ പറ്റി. പക്ഷെ നമുക്ക് ക്യാമറയിൽ പിടിക്കാൻ പറ്റുന്നൊരു ദൂരത്തിലല്ല, അത്യാവശ്യം അകലെ നല്ല ദൂരത്തിൽ നിന്നിട്ടായിരുന്നു. എങ്കിലും അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു കാട്ടാനക്കൂട്ടം അവിടെ നിൽക്കുന്നത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഹാപ്പി ആയിരുന്നു. ഞങ്ങളെപ്പോലെ തന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും ഈ കാട്ടാനക്കൂട്ടത്തെ ക്യാമറയിൽ പകർത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ട ആൾക്കാരായിരുന്നു. അങ്ങനെ ഡാമിൽ കുറേ നേരം നമ്മൾ ചിലവഴിച്ചു. അപ്പം നമ്മൾ പിന്നെ ഇത് കഴിഞ്ഞ് കുറച്ചകലെയായിട്ട് ഇത് വെള്ളം വറ്റി, എന്നാൽ ഇച്ചിരി ചെളിയൊക്കെ ആയിട്ട് കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു. നമ്മൾ അവിടെ ആരും അങ്ങോട്ട് പോകരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പയ്യെ ആ ഭാഗത്തേക്ക് ചെന്നു. പക്ഷേ അവിടെ മൊത്തം ചെളിയായിരുന്നു. നമ്മുടെ ഷൂസെല്ലാം ഫുൾ ചെളിയായി. എങ്കിലും അവിടെ പോകാൻ, പക്ഷേ അവിടെ നല്ല ഭംഗിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അവിടെ കുറേ നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അങ്ങനെ കുഞ്ഞശ്ശി ഹാപ്പിയായി ഞങ്ങൾ തിരിച്ച് ഗ്യാപ്പ് റോഡ് വഴി മൂന്നാറിലേക്ക് മടങ്ങുകയാണ്. കാലാവസ്ഥ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു, അതുകൊണ്ട് തന്നെ സന്തോഷം. റോഡിൽ അത്യാവശ്യം തിരക്കായി വരുന്നുണ്ടായിരുന്നു. യാത്രക്കിടയിലും കാഴ്ചകളൊക്കെ ഏകദേശം സെയിം കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു കുഞ്ഞശ്ശ കുറച്ച് നേരമായിട്ട് ബോറടിച്ചതുകൊണ്ട് കുഞ്ഞശ്ശ കാറിലിരുന്ന് പാവയൊക്കെ ആയിട്ട് കളിക്കുമായിരുന്നു. അവൾ അവളുടേതായിട്ടുള്ള രീതിയിൽ എൻജോയ്മെൻ്റൊക്കെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ കാഴ്ചകളുടെ ലോകത്തായിരുന്നു.
ഏകദേശം ഉച്ച 1 മണിയോടടുത്ത് എത്തിയിരുന്നു ഞങ്ങൾ ആനേറങ്കൽ ഡാമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു, എവിടെയെങ്കിലും കയറി ഫുഡ് കഴിക്കണം, അതിനുശേഷം ബാക്കി യാത്ര തുടരണം. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ അജണ്ടയിലുണ്ടായിരുന്നത്. ഇടയ്ക്ക് ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. പക്ഷേ ഈ വഴിയുടെ സൈഡിൽ, റോഡ് സൈഡിലൊക്കെ ഒരുതരം മഞ്ഞ പൂക്കൾ നിൽപ്പുണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ്. എൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല, പേരെന്താണെന്ന് അറിയാവുന്നവർ ജസ്റ്റ് കമൻറ്റ്. അങ്ങനെ മുന്നോട്ട് നീങ്ങുന്നതിനിടയിലാണ് മൂന്നാറിൻ്റെ ഒരു ഐക്കോണിക് സിമ്പിളായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഡബിൾ ഡെക്കർ ബസ്, അതും കണ്ടു. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മറ്റേ ജക്രാന്ത പൂക്കളില്ലേ, ആ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ അതിൻ്റെ സീസൺ കഴിഞ്ഞതുകൊണ്ടും അതിൻ്റെ അത് കൂടുതൽ പൂക്കൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റത്തില്ലാത്തത് കൊണ്ടും അവിടെ നമ്മുടെ സ്വന്തം കാഴ്ചകൾക്ക് വിട്ടിട്ട് നമ്മൾ തിരിച്ചു പോന്നു. അങ്ങനെ തിരിച്ച് മൂന്നാറിലേക്ക് എത്തി. മൂന്നാറിലെത്തുമ്പോൾ കൂടുതൽ തേയിലത്തോട്ടങ്ങളും കൂടുതൽ ഷേപ്പിൽ നല്ല ഭംഗിയിലും കുറച്ചുകൂടി കാണാൻ പറ്റി. പിന്നെ പൈൻ ഫോറസ്റ്റ്, മാഞ്ചിയം മരങ്ങൾക്കിടയിൽ കൂടെ വളഞ്ഞു പൊളഞ്ഞ് ഞങ്ങളങ്ങനെ ഒടുവിൽ ഏകദേശം 4 മണിയോടടുത്ത് ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടുത്തെത്തി. മൂന്നാർ ടൗണിലെത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ടൂറിസ്റ്റ് ബസ്സുകളും മറ്റ് വാഹനങ്ങളൊക്കെ ആയിട്ട് നല്ല റഷായിരുന്നു ടൗണിൽ. കുറച്ചുകൂടി ഒരു ടൂറിസം സ്പോട്ട് എന്നുള്ളൊരു എഫക്റ്റ് കൂടുതൽ കിട്ടിയത് ടൗണിലെത്തിയതിന് ശേഷം കേട്ടോ. അതുവരെ അങ്ങനെ വലിയ റഷ് ഉണ്ടായിട്ടില്ല, എന്നാലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞ് ഡാമിൽ പോയി ഒരു ബോട്ടിംഗ് ഒക്കെ നടത്തി. ഇപ്പം ഞങ്ങൾ പോയത് എല്ലപ്പെട്ടിയിലേക്കാണ്. എല്ലപ്പെട്ടി ഒരു കാർഷിക ഗ്രാമമാണ്, നമുക്കറിയാലോ. കാഴ്ചകൾ അടിപൊളിയായിരുന്നു കേട്ടോ. തൽക്കാലം ഞങ്ങൾ ക്യാമറ ചെയ്തു. ബാറ്ററി ചാർജ് കുറവായിരുന്നു ഒന്നത്. പക്ഷേ കൂടുതൽ ഈ എല്ലപ്പെട്ടിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളപ്പോൾ കൂടുതലും കൂടുതലൊന്ന് ആസ്വദിക്കണം. അതായത് ക്യാമറകൾക്കുള്ളിൽ നിന്നും മാറി ഒന്ന് സ്വയം ഉള്ളിലേക്ക് ആ ഒരു പ്രകൃതി സൗന്ദര്യത്തെ ആസ്വദിക്കണം, ആവാഹിക്കണം എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞങ്ങൾ ക്യാമറ ഓഫ് ചെയ്തു. പിന്നെ അങ്ങോട്ട് ഞങ്ങളുടേതായ ഒരു ലോകത്തായിട്ട് സന്ദർശിക്കും. അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വരാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.